ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കൃഷ്ണമോളും ബബിയും കൂടെ അലീന ഫോട്ടോ അയക്കുന്നതിനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് പുതിയ ഫോട്ടോ ഒന്നും വന്നിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വൈജയന്തി ഇറങ്ങിയിട്ട് പറയും, എന്താ ഇവിടെ ഒരു സംസാരം, പഠിക്കാനുള്ള നേരത്താണോ ഇങ്ങനെ ലൂസ് ടോക്കിങ് എന്ന്? ഇല്ലമ്മേ, ഞങ്ങൾ അരമണിക്കൂർ ഒന്ന് ബ്രേക്ക് എടുത്തതാ, ഇപ്പം പഠിച്ചോളാന്നൊക്കെ പറയുമ്പോൾ അതിനു വേണ്ടി കാപ്പിയോ ചായയോ എന്തെങ്കിലും വേണോന്ന് ചോദിക്കൂട്ടോ. അയ്യോ ഒന്നും വേണ്ടായേ, ഒരു 5 മിനിറ്റും കൂടെ ഇരുന്നിട്ട് ഞങ്ങൾ പോയി പഠിച്ചോളാന്ന് പറയും. പഠിക്കാതിരിക്കാൻ ഓരോ കാരണങ്ങൾ എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് നമ്മുടെ വൈജയന്തി അങ്ങ് പോവേ. അന്നേരമായിരിക്കും നമ്മുടെ മനു വരുന്നത് കേട്ടോ. അവനെ കണ്ടതും നമ്മുടെ ബബിതയും കൃഷ്ണമോളും ഓടിച്ചില്ലുവാ. എന്നോട് ചോദിക്കും, അല്ല ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എന്താണ് സ്ഥിതി എന്ന് ചോദിക്കുമ്പം അച്ഛനും അമ്മ ഇടയ്ക്കിടയ്ക്ക് കുത്തിക്കൊണ്ടിരിക്കും. അച്ഛൻ്റെ എന്ന് ഇടയ്ക്കിടയ്ക്ക് നല്ലോണം കിട്ടാറുണ്ട്. അതിൻ്റെ ക്ഷീണം ഒരാഴ്ചത്തേക്ക് കാണും. പിന്നെയും ഇതേ അവസ്ഥ എന്നൊക്കെ പറയുമ്പോഴേക്കും ചിരിച്ചുകൊണ്ട് പറയും, നമുക്ക് എവിടെയെങ്കിലും ഇരുന്ന് സംസാരിക്കണമല്ലോ എന്ന് പറയുമ്പോൾ ബബി പറയും, അകത്തേക്ക് ചെല്ല്, ചായയും ചിപ്സും ഉണ്ടെന്ന്. എന്നാൽ ശരി, അങ്കിളിനെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനു അങ്ങ് കയറി പോവാണ്. അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ വൈജയായിരിക്കും കേട്ടോ മുന്നിപ്പിടുക. വൈജ ചോദിക്കും, അല്ല മനു, അലീന പോയതിൽ പിന്നെ നിന്നെ ഇങ്ങോട്ടേക്കൊന്നും കാണാനില്ലല്ലോ, ഞാൻ വിചാരിച്ചു ഇനി വരത്തേ ഇല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ മനു പറയും, ആൻറ്റിയെ ENT ഒന്ന് കാണിക്കുന്നത് നന്നായിരിക്കും, അത് സ്പെഷ്യലിസ്റ്റിനെ. ഈ നാക്കിൻ്റെ ചൊറിച്ചിൽ മാറ്റാനേ ഇപ്പോൾ പുതിയ മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ, എന്താ മനു, നീ എൻ്റെ നാക്കിൻ്റെ ചൊറിച്ചിൽ മാറ്റാൻ നോക്കിയാൽ പറ്റുമോ? നിന്റെ അച്ഛൻ വിചാരിച്ചിട്ട് കഴിഞ്ഞില്ല, നിന്റെ അമ്മയും വിചാരിച്ചു. അതാ ആൻറ്റി ഞാൻ പറഞ്ഞത്, സാധാരണ മനുഷ്യന്മാർക്ക് കഴിയത്തില്ല, സ്പെഷ്യലിസ്റ്റ് തന്നെ വേണമെന്ന്. എന്താ മനു, നീ എൻ്റെ വീട്ടിൽ വന്ന് എന്നോട് തർക്കുത്തരം പറയാനായോ എന്ന് ചോദിക്കുമ്പോൾ, ഇത് ആൻറ്റിയുടെ വീടല്ലല്ലോ, ഈ വീടിൻ്റെ ഡോക്യുമെൻ്റ് ഞാൻ കണ്ടിട്ടുണ്ട്, അതിൽ പച്ച മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ബാലചന്ദ്ര മേനോൻ എന്ന്. അതിൽ നിങ്ങളുടെ ആരുടെയും പേര് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്ന നേരം നമ്മുടെ വൈജ പറയും, ബാലേന്ദ്രൻ മേനോന്റെ വീടാണെങ്കിലും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും അവകാശമുണ്ട് എന്ന് പറയുന്നത് നമ്മുടെ മനു പറയും, അങ്കിൾ ആൻറ്റിയെ ഉപേക്ഷിച്ചിട്ട് മാസങ്ങളായി, ആൻറ്റി ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി പോവുക, ആരും പറയാതെ തന്നെ തിരിച്ചു കയറി വരിക, ഇതൊന്നും അങ്കിള് പറഞ്ഞിട്ടല്ലല്ലോ. ആ അങ്കിള് എന്തിനാണ് ആൻറ്റിയെ അകറ്റി നിർത്തിയതും വെറുത്തതും എന്ന് ചിന്തിക്കാനുള്ള സാമാന്യ ബോധമെങ്കിലും ആൻറ്റിക്കുണ്ടോ എന്നങ്ങനെ ചോദിക്കുമ്പോൾ, എനിക്കറിയാം, അലീനയെ ഞാൻ ഇവിടുന്ന് പുറത്താക്കി, എൻ്റെ എല്ലാ കഴിവും എടുത്ത് അവളെ പുറത്താക്കി എന്ന് തന്നെ പറയാം. അതിവിടെ ആർക്കും പിടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആൻറ്റി പൊട്ടം കളിക്കരുത്, അല്ലാതെ വേറൊരു കാരണവും ഇല്ലേ? എൻ്റെ അച്ഛൻ, കൊച്ചച്ഛൻ, വല്യച്ഛൻ, അച്ഛമ്മ പോലും അങ്കിളിന്റെ ഭാഗത്ത് നിൽക്കാൻ എന്താ കാരണം? അവർ പോലും ആൻറ്റിയെ അകറ്റി നിർത്താൻ എന്തായിരിക്കും കാരണം? അവരൊക്കെ ബാലേന്ദ്രന്റെ സൈഡ് ആയതുകൊണ്ടായിരിക്കും എന്ന് പറയും. ആൻറ്റി വല്ലാതെ പൊട്ടം കളിക്കരുത് കേട്ടോ, എല്ലാം അറിയാം, പക്ഷെ ഒന്നും അറിയാത്ത പോലെയാ. അതെ, അവർക്കെല്ലാം ആൻറ്റിയുടെ പാസ്റ്റ് അറിയാം എന്ന് പറയുമ്പോൾ നമ്മുടെ വൈജയുടെ മുഖം അങ്ങ് മാറുക കേട്ടോ. എൻ്റെ പാസ്റ്റോ? എൻ്റെ പാസ്റ്റിന് എന്താ കുഴപ്പം? മനു, നിനക്കറിയെങ്കിൽ നീ പറ, എന്താ എൻ്റെ പാസ്റ്റിന് കുഴപ്പമെന്ന് പറയുമ്പോൾ, ഒന്നുമില്ല, അറിയില്ല അല്ലേ? ആൻറ്റിയുടെ പാസ്റ്റിന് ഒരു കുഴപ്പമില്ല. ആൻറ്റി പണ്ട് ചിത്രശലഭത്തെ പോലെ പാറി നടന്ന് മാലാഖയെ പോലെ പരിശുദ്ധയായി വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചതാണല്ലോ അല്ലേ? എന്നിട്ട് ഭർത്താവിനെ രാജാവിനെ പോലെയല്ലേ വാഴിക്കുന്നേ എന്ന് പറയുമ്പോൾ നമ്മുടെ വൈജ ചോദിക്കും, മനു, നീ രാവിലെ തന്നെ എന്നെ കളിയാക്കാൻ വേണ്ടി വന്നതാണോ? ഏയ് അല്ല. ഒരാള് ഒരു വീട്ടിൽ കയറി വന്നാൽ ആദ്യം ചെയ്യേണ്ടത് എന്താ? കുറച്ച് ഉപചാരങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇരിക്കാൻ പറയുക, ചായ കൊടുക്കുക, ക്ഷേമാന്വേഷണങ്ങൾ നടത്തുക. ആൻറ്റി എന്താ ചെയ്തേ? വെറും കുത്തുവാക്കുകൾ പറയുക, വെറും പോസിറ്റീവ് ആയിരിക്കുക ആൻറ്റിയുടെ നാക്ക് മുഴുവൻ. അലീന ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിലും ആൻറ്റിയുടെ നാക്കുന്നും മനസ്സിന്നും ഒന്നും അലീന പോയിട്ടില്ല എന്ന് പറയുമ്പോൾ, എൻ്റെ മനസ്സിന്ന് അവൾ പോവത്തില്ലടാ, അവളെ എൻ്റെ ജീവിതം കുട്ടിച്ചോറാക്കിയിട്ടാ ഇവിടെ നിന്ന് പോയത്, അവളെ ഞാൻ ഒരിക്കലും മറക്കത്തില്ല എന്ന് പറയാട്ടോ. ആൻറ്റി, അലീനയ്ക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും ഇവിടെ നിന്ന് പോകാൻ വേണ്ടി പറ്റത്തില്ല, അവൾ ഇന്നല്ലെങ്കിൽ ഒരിക്കൽ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരേണ്ടവളാ, ആൻറ്റിക്കും അവളെ ഒഴിവാക്കാൻ പറ്റത്തില്ല എന്നങ്ങ് പറയുമ്പോൾ നമ്മുടെ വൈജയന്തിയുടെ മുഖം വീണ്ടും മാറുകയാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കും, മനു, നീ എന്തൊക്കെയോ മനസ്സിൽ വെച്ചിട്ടാണല്ലോ പറയുന്നത്, എന്താ? അതൊന്നും ഇല്ലെന്നേ, അതൊക്കെ അറിയേണ്ട സമയം ആവുമ്പോൾ അറിഞ്ഞാൽ മതി, ഞാനേ ഒന്ന് അങ്കിളിനെ പോയി കണ്ടിട്ട് വരാം എന്നങ്ങ് പറഞ്ഞിട്ട് നമ്മുടെ മനു അങ്ങ് പോകുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ.